ഒരിടക്കാലത്ത് വെൽവെറ്റ് ഭയങ്കര ട്രെൻഡിലായിരുന്നു. ഇപ്പോൾ പിന്നെയും എനിക്കത് 2026 ആയപ്പോഴത്തേക്കും വെൽവെറ്റിൻ്റെ ട്രെൻഡ് തിരിച്ചെത്തി. എൻ്റെ അടുത്ത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സാധാരണഗതിക്ക് എല്ലാ കസ്റ്റമേഴ്സും വന്ന് സ്റ്റോറിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് ചോദിക്കും. സാരിയുടെ കേസിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേഷനിലാണ്. 90s നടന്ന ആ ഡിജിറ്റൽ പ്രിൻറ്റ്, നമുക്ക് എന്താ പറയുക, പണ്ടത്തെ സിനിമയിൽ കാണില്ലേ ഷിഫോൺ സാരിക്കകത്ത് ഡിജിറ്റൽ പ്രിൻറ്റ്സ്, അത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. എല്ലാവരും അത് മേടിക്കുന്നുണ്ട്. വെൽവെറ്റ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്ക് വെച്ച് വെൽവെറ്റിൻ്റെ ടോപ്പും ലെഹങ്ക, ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയില്ല, വെൽവെറ്റിൻ്റെ ടോപ്പ് ഉണ്ടാവും, ഈ ടിഷ്യൂവിൻ്റെ സ്കേർട്ട് ഉണ്ടാവുമായിരുന്നു. അത് ഭയങ്കര ട്രെൻഡായിരുന്നു. അത് പോയി. ഇപ്പോൾ പിന്നെയും ഇത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വെൽവെറ്റിൻ്റെ സാരി, ഇപ്പം കുറേ നോർത്തിൽ ഫങ്ഷൻസ് നോക്കിയാൽ മതി വെൽവെറ്റിൻ്റെ സാരി വെയർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കേരളക്കാർക്ക് അത്രയും ഹെവി സാരീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എവിടെയോ ഉള്ളിലൊരു ടക് 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 ഒരു സൗണ്ടാണ്. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് ഓവറായി പോവോ, ഭയങ്കര വെയിറ്റ് ഉണ്ട്, ചൂടാണ്, കുറേ കാര്യങ്ങൾ. ഈ പ്രാവശ്യം പർച്ചേസിന് പോയ സമയത്ത് വാരണാസി എയർപോർട്ടിൽ നടക്കുന്ന കഥയാണ്. എൻ്റെ അടുത്ത് അപ്പോൾ ഒരു ലേഡി അടുത്തിരിപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മായിയമ്മ വീൽ ചെയർ, പനിയൊക്കെ ആയിട്ട് വീൽ ചെയർ വേണം എന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ പുള്ളിക്കാരി ഉടനെ അവിടെ നിന്ന് എൻ്റെ അമ്മ എന്താ ഇവിടെ വാരണാസിയിൽ കാശി വല്ലതും വന്നതാണോ? അപ്പോൾ ഉടനെ അമ്മായിയമ്മ പറഞ്ഞു ഇല്ല, അത് പർച്ചേസിന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുത്ത വായിക്ക് ചോദിച്ചെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് അവർക്ക് ചോദിച്ചു. ഇവിടുത്തെ ടേസ്റ്റ് ആണോ കേരളക്കാർക്ക്? അപ്പോൾ എല്ലാവർക്കും അതാണ് മൈൻഡ് സെറ്റ്. എന്ന് വെച്ചാൽ നോർത്തിൽ നിന്ന് നമ്മൾ സാരി കൊണ്ടുവന്ന കേരളക്കാർ ഉടുക്കോ, കേരളത്തിലെ ടേസ്റ്റ് നോർത്തിൽ പോവോ? പക്ഷെ നമുക്ക് കേരളക്കാർക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അതിനകത്ത് ചെറിയൊരു പൊടിക്കൊരു ചേഞ്ച് ഉണ്ടാവണം. അതായത് വെൽവെറ്റ് നമുക്കിഷ്ടമാണ് ചെറിയ ക്യാപ്സ്യൂൾ ഫോമിൽ തന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ പ്രാവശ്യം ചെയ്തേക്കുന്ന നമ്മുടെ സ്വന്തം ടിഷ്യൂ സാരി സോഫ്റ്റാണ്, ക്രഷ് ടിഷ്യൂ ആണ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് വരുന്ന ബ്ലൗസിലും ബോർഡറിലാണ്. സാരി ഫുൾ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നും ഇല്ല. ക്രഷ് ടിഷ്യൂവിൽ 2 സൈഡും ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന നമ്മുടെ വെൽവെറ്റിൻ്റെ ബോർഡറാണ് ചെയ്തേക്കുന്നത്. സാരി ഇങ്ങനെയാണ് വരാം. കണ്ടോ, ഞാൻ ഈ പ്ലീറ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റായിട്ടാണ് സാരി നിൽക്കുന്നത്. ഇതാണ് സാരി, കണ്ടോ, ഇങ്ങനെയാണ് സാരി നിൽക്കുക. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്താന്ന് ചോദിക്കുമ്പോൾ ഫുൾ ഓൺ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന വെൽവെറ്റിൻ്റെ ബ്ലൗസാണ്. അതായത് ബ്ലൗസ് ഇത് എങ്ങനെയാണ് വരാം, കണ്ടോ, ഫുൾ നല്ല ഭംഗിക്ക് സീക്വൻസ് ത്രെഡ് വീവിങ് ചെയ്തേക്കുന്ന ബ്ലൗസാണ്. ഹാൻഡാണ് ഫുൾ വർക്ക് ചെയ്തേക്കുന്നത് പ്യുവർ വെൽവെറ്റിനകത്ത്. മാത്രമല്ല ബോർഡറിനകത്തും ഇതേപോലത്തെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ബ്ലൗസ് നല്ല റിച്ചായിട്ട് നിൽക്കുകയും ചെയ്യും, സാരിക്ക് വേണ്ട ചെറിയ ആ ഒരു പഞ്ച് കിട്ടുകയും ചെയ്യും. മറ്റേതാകുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ്, നമുക്ക് ഒന്നെങ്കിൽ വണ്ണം ഉണ്ടാവും, വയറുണ്ടാവും. വെൽവെറ്റ് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെയും അതിൻ്റെ വെയിറ്റ് താങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബോഡി ഷേപ്പും കാര്യങ്ങളും അത്ര നമ്മൾ സുഖിച്ചല്ല ഉടുക്കുക, നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്കും ഒരു ഡിസൈനർ ടൈപ്പ് ഓഫ് സാരി ഉടുക്കുന്ന ലാഘവത്തോടെ ഉടുക്കാനും പറ്റും. ട്രെൻഡ് അങ്ങ് ഫ്രണ്ടിലോട്ട് ഓടത്തില്ല, നമുക്ക് ഓട്ടിച്ച് പിടിക്കാനും പറ്റും. അപ്പോൾ ബ്ലൗസ് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള ബ്ലൗസാണ്. ഇത് കാണിച്ചോ, കണ്ടോ, ഇതുപോലെ വരാം. പ്യുവർ വെൽവെറ്റിനകത്ത് നല്ല രസമായിട്ട് ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്ലീവ്ലെസ് ആണെങ്കിലും ചെയ്യാം. ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെയാണ് ഉടുക്കുന്നതെങ്കിൽ സ്ലീവ്ലെസ് ആണെങ്കിലും ചെയ്യാം. നല്ല ബോഡി ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും. സാധാരണഗതിക്ക് ഒരു വെൽവെറ്റ് സാരി എടുക്കുമ്പോൾ നമുക്ക് ബോഡി ഷേപ്പ് അങ്ങനെ കിട്ടാറില്ല, കാരണം ചാക്ക് പോലെ തോന്നും എല്ലാവർക്കും. ഇത് സിമ്പിളാണ്. ആ ബ്ലൗസ് മാത്രം ഹെവി, ഈ മനീഷ് മൽഹോത്ര കളക്ഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ അഷിമ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം.